മനുഷ്യൻ ഏത് റൗഡിയായാലും, ഏത് രാജാവായാലും, ഏത് പണ്ഡിതനായാലും, ഏത് സാധാരണക്കാരനായാലും, ഏത് പണക്കാരനായാലും, എല്ലാ മനുഷ്യനും ഖുൽഖൽ ഇൻസാനു ദഈഫാ, ദുർബലനായി പടക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഒരു മനുഷ്യനും കിബിറിന് അവകാശം ഇല്ല, അഹങ്കാരത്തിന് അധികാരം ഇല്ല, എന്നല്ല അധികാരം തന്നെ ഇല്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ. അല്ലാഹു തആല അതുകൊണ്ടാണ് പറയുന്ന നബിയെ പറയൂ, മാലിക്കൽ മുൽക്കി, അധികാരത്തിന്റെ മുഴുവനും ഉടമസ്ഥനായ അല്ലാഹുവേ. ഇവിടെ ഒരു മനുഷ്യനും അധികാരമില്ല, ഒരു മന്ത്രിക്കും അധികാരമില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അധികാരമില്ല, ഒരാരോഗ്യമുള്ളവനും അധികാരമില്ല, ഒരു പ്രമാണിക്കും പ്രാണിക്കും അധികാരമില്ല, ഒരു പണ്ഡിതനും പാമരനും അധികാരമില്ല. അധികാരത്തിന്റെ ഉടമസ്ഥൻ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവന് നീ ഉദ്ദേശിച്ച അധികാരം നീ കൊടുക്കും, അല്ലാതെ ആർക്കും ഇവിടെ അധികാരം ഇല്ല. കണ്ടില്ലേ നിങ്ങൾ, വലിയ ഒരു ഡോക്ടർ, മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്യുന്ന ഡോക്ടർ, അദ്ദേഹത്തിന്റെ മുറ്റത്ത് മുഴുവനും ആളുകൾ നിറഞ്ഞിരിക്കുന്നു. കാരണം ചോദിച്ചപ്പോ പറയുന്നു, അയാളെ ചികിത്സ കൊണ്ട് മക്കളില്ലാത്ത പലർക്കും മക്കളുണ്ടായി. ഞാൻ ചോദിച്ചു, അയാൾക്ക് വയസ്സെത്രയായി? 80 വയസ്സായി. കല്യാണം കഴിച്ചിട്ട് കാലത്രയായി? 65 കൊല്ലമായി. അയാൾക്ക് എത്ര മക്കളുണ്ട്? ഒറ്റ കുട്ടിയില്ല. ഇയാളെ ചികിത്സ കൊണ്ട് ഒരുപാടാക്ക് മക്കളുണ്ടായി പോയി. പക്ഷേ ഈ ഡോക്ടർക്ക് ഇതുവരെ ഒരൊറ്റ കുട്ടി ജനിച്ചില്ല. ഇവിടെ ഡോക്ടർക്ക് അധികാരമുണ്ടോ? എഞ്ചിനീയർക്ക് അധികാരമുണ്ടോ? വക്കീലിന് അധികാരമുണ്ടോ? ജഡ്ജിക്ക് അധികാരമുണ്ടോ? പണ്ഡിതന് അധികാരമുണ്ടോ? പാമരന് അധികാരമുണ്ടോ? പണക്കാരന് അധികാരമുണ്ടോ? ഞാൻ കേട്ടു, ഒരു വലിയ പണക്കാരൻ, കോടീശ്വരനാണ്. അദ്ദേഹത്തിന് മദ്രാസിൽ ബിൽഡിങ്ങുകളുണ്ട്, ബോംബെയിൽ സ്ഥാപനങ്ങളുണ്ട്. എത്ര വാഹനമാണുള്ളത്, എത്ര എസ്റ്റേറ്റ് ആണുള്ളത്. അപ്പൊ ഞാനൊന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോ കേട്ടു, അദ്ദേഹം അതാ മെഡിക്കൽ കോളേജിൽ മേൽപോട്ട് നോക്കി കിടക്കുന്നു. എന്താണ് സംഗതി? അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്ക് ക്യാൻസറാണ്, അന്നനാളത്തിന് ദ്വാരമാണ്. എന്നിട്ടോ അദ്ദേഹം ഇപ്പോൾ ബിരിയാണി തിന്നുകയാണോ അല്ല, വെള്ളം കുടിക്കുകയാണോ അല്ല, ജ്യൂസ് കുടിക്കുകയാണോ അല്ല, പിന്നെ അദ്ദേഹം കോടീശ്വരനാണ്. പക്ഷേ ഒരിറ്റ് വെള്ളം കുടിക്കണ്ട എന്ന് യജമാനനായ യഥാർത്ഥ ഭരണാധികാരിയായ അല്ലാഹു തീരുമാനിച്ചപ്പോ ഒരിറ്റ് വെള്ളം കുടിക്കാൻ അധികാരമില്ല. സഹോദരന്മാരെ, അധികാരം ആർക്കാണ്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. അധികാരം ഒരാൾക്ക് മാത്രമാണ്. അവൻ ലോകത്തെ സൃഷ്ടിച്ച റബ്ബാണ്. ആ റബ്ബിന്റെ തീരുമാനം മറികടന്നുകൊണ്ട് ഇവിടെ ഒരാൾക്കും ഒന്നും നേടാൻ കഴിയില്ല. അവൻ കൊടുത്തത് തടയാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അവൻ തടഞ്ഞു വെച്ചത് കൊടുക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമല്ലാതെ ഒരാളെ തീരുമാനവും ലോകത്ത് നടക്കില്ല. ആ റബ്ബ് കൊടുത്തത് ഉണ്ട്, അവൻ തടഞ്ഞു വെച്ചത് ഇല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഈ ദുർബലനായ മനുഷ്യൻ അറിയണം. ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന് നന്ദിയുള്ളവനായി മനുഷ്യൻ ജീവിക്കണം. അതിനാണ് മനുഷ്യനെ പടച്ചു വെച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടവനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യരെയും ജിന്നിനെയും നമ്മൾ പടച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ഈ ഭൂമി ലോകത്ത് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ചില മഹാന്മാരെ തെരഞ്ഞെടുത്തയച്ചിട്ടുണ്ട്.
ആ തെരഞ്ഞെടുത്തയച്ചിട്ടുള്ളവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് പറയുന്നത്. ആ അമ്പിയാക്കൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ഭൂമിലോകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണം കുറിച്ചുകൊണ്ട് അതാ ലോകത്തൊരു നേതാവ് വന്നു പോയിട്ടുണ്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമീൻ. ചൊല്ലിക്ക മദീനത്തേക്ക് ഒരു സ്വലാത്ത്. മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم.